அழகுராணி அவளின் இருக்கையிலே ஆணவமாய் அமர்ந்து இருக்கையிலே தழுவிடவை தொடித்தான் இருக்கையிலே தஞ்சம் போக தவித்தான் இவள் மெய்யிலே இருவிடை கரை வண்டுதான் இனிதடும் கற்கண்டுதான் கண்ணை கவரும் இன்னும் மேனி வாழவில்லடா மண்ணில் குதைத்து சிரிக்கும் நிலவை காணவில்லடா கண்ணை கவரும் இன்னும் மேனி வாழவில்லடா மண்ணில் குதைத்து சிரிக்கும் நிலவை காணவில்லடா என்னாசை கண்ணா என் காதல் மன்னா ஒளி சிந்தும் பொன்னா உறவாடி நின்ன அழகு தரிசனம் கண்டு களித்திடு அடிமை சாசனம் எழுதி படிப்பிது பாதந்தனை என்று பற்றிக் கொண்ட கமலம் என கண்ணில் ஒற்றிக் கொண்ட அமுதம் தனை அதில் பருகி நின்றால் அது தீரவே வேற வேண்டும் என்றால் தாகத்தை வாடினான் தேகத்தை தேடினான் பூவை தாங்கும் பொடியாயாடும் மிடியை பிடித்தானே தேனை திருடும் மண்டாய் பறந்து கவிதை படித்தானே பூவை தாங்கும் பொடியாயாடும் மிடியை பிடித்தானே தேனை திருடும் மண்டாய் பறந்து கவிதை படித்தானே என்னாசை கண்ணா என் காதல் மன்னா ஒளி சிந்தும் பொன்னா உறவாடி நின்ன அழகு தரிசனம் கண்டு களித்திடு அடிமை சாசனம் எழுதி படிப்பிடு கண்ணீவள் காலடியில் காலந்தன்னை நீ கழிக்க வா 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 என்னாசை கண்ணா என் காதல் மன்னா ஒளி சிந்தும் பொன்னா உறவாடி நின்ன அழகு தரிசனம் கண்டு களித்திடு அடிமை சாசனம் எழுதி படிப்பிது അടിപൊളി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു കോസ്റ്റ്യൂം, അതിന്റെ കളർ, നിന്റെ എനർജി, ആ ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഡാൻസ് എല്ലാം അടിപൊളി. ഷൗലേട്ടൻ കൊറിയോഗ്രാഫി ആയിരിക്കുമല്ലോ, ഷൗലേട്ടന് വലിയൊരു കൈയടി. സൂപ്പർ കൊറിയോഗ്രാഫി ആയിരുന്നു. പിന്നെ നീ നന്നായി ഡാൻസ് കളിക്കും നമുക്കറിയാം. ഇനി പാട്ട് ചോദിക്കാം. ഓക്കെ ചേച്ചി. സൂപ്പർ ഡാൻസിങ് ആയിരുന്നു പറൂണ. ഗംഭീരം, ഫ്ലെക്സിബിലിറ്റി അപാരം. ലാസ്റ്റിലാ ഇങ്ങനെ ഒരു പോസിൽ നിന്നല്ലോ തിരിച്ചേ. ഓ ഗംഭീരം. മോള് ഡാൻസർ ആണോ? പഠിക്കുന്നുണ്ടോ? പിന്നെന്താ പാർവതി പറഞ്ഞത്? അല്ല, നന്നായി ഡാൻസ് കളിക്കും. ആണോ? അത് സൂപ്പർ ആയിരുന്നു ഇതില്. ആ മൂവ്മെന്റ്സ് ഒക്കെ സാധാരണ ടെൻഷൻ ഉണ്ടാവും എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ. ഇത് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഒക്കെ ഇല്ല. എന്റെ അമ്മോ എന്തായിരുന്നു ആറ്റിറ്റ്യൂഡ് ഫേസിൽ ഗ്രേസ്ഫുൾ. ശരിക്കും എനിക്ക് കൊതിയായി ഡാൻസ് പഠിക്കണം എന്ന്. അത്ര മനോഹരമായിട്ടാ കളിച്ചത്. സൂപ്പർ. ശരത് സാർ ഇവിടെ ഇരുന്നോണ്ട് ഓരോ സ്റ്റെപ്പ് കളിക്കായിരുന്നു. സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ടായിരുന്നു. ഈ കോസ്റ്റ്യൂം എവിടുന്നടാ? ഇതെന്റെ മേമ തയ്ച്ചതാ. ഓ തയ്ച്ചതാണ്. സൂപ്പർ ഡ്രസ്, നല്ല കളറ്. ഓ സുന്ദരിയായിട്ടുണ്ട് കാണാനും. പിന്നെ പവർ പാക്ഡ് പെർഫോമൻസ്. നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അവിടെ നിന്ന്. ഇല്ല, ഗ്യാപ്പില്ല. ஆணவமாய் அமர்ந்து இருக்கையிலே தழுவிடவை தொடித்தான் இருக்கையிலே தஞ்சம் போக தவித்தான் இவள் மெய்யிலே இருவிடை கரை வண்டுதான் இனிதடும் கற்கண்டுதான் கண்ணை கவரும் இன்னும் மேனி வாழவில்லடா மண்ணில் குதைத்து சிரிக்கும் நிலவை காணவில்லடா கண்ணை கவரும் இன்னும் மேனி வாழவில்லடா மண்ணில் குதைத்து சிரிக்கும் நிலவை காணவில்லடா என்னாசை கண்ணா என் காதல் மன்னா ஒளி சிந்தும் பொன்னா உறவாடி நின்ன அழகு தரிசனம்
പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല, കാരണം അത്ര മനോഹരമായിട്ടാണ് മോൾ ഇത് അവതരിപ്പിച്ചത് പാട്ട്. അതിനുണ്ടൊരു പ്ലസ് പോയിന്റ്. പിന്നെ പല്ലവിയുടെ ലാസ്റ്റ് ലൈൻ ഒന്ന് പാടും. ഒളിസിന്തും പൊന്ന ഉറവാടി നിന്ന അഴകു ദർശനം കണ്ട് കളിത്തിട് അടിമൈ സാസനം എഴുതി പഠിപ്പിത് കണ്ണീവൾ കാലടിയിൽ കാലം തന്നെ നീ കളിക്ക വാ 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 വാ. ഇത് നേരത്തെ പാടിയപ്പോ ആ വാ 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 അതിന് തൊട്ട് മുന്നേയുള്ള സാധനം ക്ലിയർ ആയില്ല. എനിക്ക് ഒന്നാം സമയത്തൊക്കെ ഡാൻസ് ഇല്ലേ, അവിടെയൊക്കെ ഡാൻസ് ഉണ്ട്. അതൊന്നും നമുക്ക് ക്ലിയർ ആയില്ല, കേൾക്കാൻ പറ്റിയില്ല. കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ അതൊന്നുകൂടെ പാടിച്ചത്. അതുപോലെ ഇതിപ്പോ ഇങ്ങനെ പെർഫോം ചെയ്ത് പാടുന്ന പാട്ടായതുകൊണ്ട് നമുക്ക് അധികം പറയാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ പെർഫോം ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. അപ്പൊ അതില് ചെറിയ സ്ഥലത്തൊക്കെ ചേരായിക വരാം, എന്നാലും മാക്സിമം മോള് ഭംഗിയായിട്ട് പാടി. അനുപല്ലവിയിലൊക്കെ പിന്നെ പൂവൈ താങ്കും ചരണല്ലേ, പൂവൈ താങ്കും കൊടിയായാടും മിടിയെ പിടിത്താനേ തേനൈ 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 തിരടും വണ്ടായി പറന്ന് കവിത പഠിത്താനേ. ഇതില് നേരത്തെ പാടിയപ്പോൾ പൂവൈ ആ തുടക്കം ഫസ്റ്റ് നോട്ട് ഹിറ്റ് ചെയ്യണം എപ്പോഴും എല്ലാ ലൈൻസിന്റെയും. അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വന്നോളും. ഇത് അവിടെയാണ് ഒരു ചെറിയ പ്രശ്നം വന്നത്, പൂവൈ. ബാക്കിയൊക്കെ ആഹാ മനോഹരം മനോഹരം മനോഹരം. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഔസേപ്പച്ചൻ സർ. പാർവണ ഓ അടിച്ചു പൊളിച്ചു. താങ്ക് യു സർ. അതായത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർവണയുടെ ഡാൻസ് കാണാൻ പറ്റിയില്ല പാർവണ. കാരണം എന്താണെന്നറിയോ, ഞാൻ ലിറിക്സ് നോക്കിയിട്ട് ഒരു അന്തം കിട്ടുന്നില്ല, വായിക്കാനും പറ്റുന്നില്ല, ഇത് കഴിയുന്നില്ല. എല്ലാം കട്ട 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 ടാട്ട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് എഴുതിയതും മ്യൂസിക് ചെയ്ത ഒരാളാ ടി രാജേന്ദ്രൻ. അദ്ദേഹം എഴുതി, അദ്ദേഹത്തിന് എഴുതിയത് കൊണ്ട് അദ്ദേഹത്തിന് അതെല്ലാം ഈസി ആയിരുന്നു. പക്ഷെ പാടുന്നവർക്ക് കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ ഡാൻസ് കണ്ടില്ല. അവസാനം വീണില്ലേ, അടിപൊളി. അത് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ചൊക്കെ ഈ ഇത്രയും വാക്കുകൾ പെട്ടെന്ന് പഠിച്ച് പാടി ആ ട്യൂൺ ഓർമ്മ വെക്കണം, ട്യൂൺ ഓർമ്മ നിൽക്കണം, ലിറിക്സ് ഓർമ്മ നിൽക്കണത്തിൻ്റെ ആ ഒരു പങ്കപ്പാടില് കുറച്ച് നോട്ട്സിന്റെ പെർഫെക്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഇപ്പൊ പാടിപ്പിച്ചപ്പോ എന്തൊരു മനോഹരമായിട്ടാ പാടിയത്. ആ കറക്റ്റ് നോട്ടുകളാ പാടിയത്. ആ പല്ലവിയില് സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുന്ന ലൈനൊക്കെ ഉണ്ടല്ലോ, കന്നീവൾ കന്നീവൾ ആ നോട്ടൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ പാടിപ്പിച്ചപ്പോ കറക്റ്റ് ആയിട്ട് പാടി. പക്ഷെ പാടാൻ നേരത്തെ ഡാൻസ് കളിച്ച് പാടുമ്പോൾ അതൊക്കെ ഒത്തിരി ചെറിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നല്ല പവർഫുൾ പാക്ട് നല്ലൊരു ഡാൻസ്. എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഐ ക്യാൻ ഫീൽ ദ വൈബ്. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മകളെ പാർവണ കുഞ്ഞെ കലക്കിടാ. താങ്ക് യു സർ. മകളെ കാണാനും അതുപോലെ മോടെ ഡാൻസ് പറയേണ്ട കാര്യമില്ല. പഠിച്ചില്ലെങ്കിൽ എന്തൊക്കെ അതൊന്ന് കാണിക്കുന്നു. പഠിച്ചതുപോലെ പഠിച്ച പോലെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. നല്ല ഗ്രേസ്ഫുൾ ആണ് മോളെ എന്ത് ചെയ്താലും നല്ല രസമാണ് കാണാൻ. താങ്ക് യു സർ. എനിക്ക് മോളെ കാണുമ്പോ ആരെയോ ഒരാളെ ഓർമ്മ വരുന്നു. അത് ആരാന്നിട്ട് കിട്ടും. എന്റെ അമ്മയാണോ? ഞാൻ മിണ്ടാതിരെ. ആരെ കാണിച്ചാലേ എന്റെ അമ്മ അല്ല, ഇന്നലെ ഞാൻ ഈ കുട്ടിയെ പറഞ്ഞു. അതെ അതാണോ ഇനി മഞ്ചേരിയുടെ അമ്മ? അത് ആരെ എനിക്ക് ഓർമ്മ വരുന്നത്? അത് പെൺകുട്ടിയല്ല, ഒരു ആൺകുട്ടി ചെക്കനെ എനിക്ക് ഓർമ്മ വരുന്നത്. അത് പോട്ടെ, അത് കുഴപ്പമില്ല, നല്ലതല്ലേ. പാട്ട് മോശമാണെന്ന് പറഞ്ഞോളൂ സാർ, പക്ഷെ എന്നോട് അത് മാത്രം പറയാം. മകളെ, ഇതാരെ എഴുതിയത്, മ്യൂസിക് ചെയ്തതെന്നൊക്കെ പറഞ്ഞല്ലോ. ഇദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല, ടി രാജേന്ദ്രൻ സാറിനെ രാജേന്ദ്രൻ സാർ. ടി രാജേന്ദർ എന്തെങ്കിലും അറിയാമെങ്കിൽ പറയല്ല, ഞാൻ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ. ഞാൻ ടി രാജേന്ദ്ര സാറിന്റെ പാട്ട് ഞാൻ ഇവിടെ പാടിയിട്ടുണ്ട്. ഏതാ? ഓർമ്മയില്ല, ഞാൻ അത് ഡീറ്റെയിൽസ് പഠിച്ചതായിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ, നമുക്കൊന്നും ഓർമ്മയില്ല, പോട്ടെ. മോളെ, ഇദ്ദേഹം അസാധ്യമായിട്ട് എഴുതും ലിറിക്സ്. ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്, ആക്ടറാണ്. എല്ലാം ചെയ്യാത്തതായിട്ടൊന്നുമില്ല. ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരേ ഒരു കാര്യം ചെയ്തിട്ടില്ല.
അദ്ദേഹത്തിന്റെ പടം കാണാറില്ലേ? ആ അതെനിക്ക് അറിഞ്ഞൂടാ നാസി. അല്ല, അത് നാട്ടുകാർ കാണാറുണ്ട്, അദ്ദേഹം കാണാറില്ലേ? അത് ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. മോളെ എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആദ്യത്തെ പടം തന്നെ നമ്മുടെ ശങ്കറില്ലേ, മലയാള നടൻ ശങ്കറാണ് അതിൽ ഹീറോ. ഒരു തലൈ രാഗം എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാ പുതുമുഖങ്ങളെയും വെച്ച് എടുത്തിട്ട് അത് വിൽക്കാൻ പോലും പറ്റാതെ അദ്ദേഹം വിഷമിച്ചിട്ട് പിന്നെ എത്രയോ കോടി കളക്ട് ചെയ്ത ഒരു ഫിലിമാണ് ഒരു തലൈ രാഗം. എല്ലാ പാട്ടുകളും ഇദ്ദേഹം തന്നെ എഴുതി കമ്പോസ് ചെയ്യും. കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാട്ടായിട്ട് ഇഞ്ഞ് തരും. അതാണ് TR സാറിൻ്റെ. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു സിംബുവിനെ അറിയോ? സിലംബരസൻ നടൻ സിംബുവിൻ്റെ അച്ഛനാണ് T. രാജേന്ദ്രൻ. അപ്പം ഇതൊക്കെ അറിഞ്ഞു വയ്ക്കണ്ടേ. ഭയങ്കര ഒരു എനർജിയുള്ള മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രമ്മറാണ് ശിവമണി. എല്ലാ റെക്കോർഡിങ്ങും ഒരു 99% റെക്കോർഡിങ്ങിനും ഇദ്ദേഹത്തിന് ശിവമണിയാണ്. ആ ശിവമണിയെ കണ്ടാലേ ഇദ്ദേഹത്തിന് സംഗീതം പഠിച്ചു ഫുള്ള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മക്കളെ. അപ്പം അതാണ് കേട്ടോ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മോളെ ഇത് അങ്ങനെ ഇങ്ങനെ പഠിച്ചൊന്നും പാടാനും പറ്റത്തില്ല. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ T. രാജേന്ദ്രൻ സാർ പോലും പിന്നെ അതിനുശേഷം കേട്ട് കാണത്തില്ല ഈ പാട്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക റിയാലിറ്റി ഷോയിൽ ഈ ഒരു പാട്ട്. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊക്കി എടുത്തോണ്ടോ എവിടുന്നെങ്കിലും. നമ്മുടെ കുട്ടികൾ അങ്ങനത്തെ പാട്ടുകൾ കുറെ കൊണ്ടുവരുന്നുണ്ട്. അതന്നെ, നേരെ മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കണം മക്കളെ. എനിക്ക് നമ്മൾ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഒരു ഭീകര ലെവലിൽ ആർക്കും ഇത് വലുതായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പാട്ട് വന്ന് മക്കൾ പാടിയതിൽ കുറേ സന്തോഷം. പിന്നെ ഇതിന്റെ ചരണമാണ് കുഞ്ഞിന് ഒന്ന് കയ്യിൽ നിൽക്കാതെ പോയത്. കുറച്ച് ശ്രുതിയുടെ കാര്യമാണെങ്കിലും ടെമ്പോയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുഞ്ഞിന് ഒരു ഇച്ചിരി ചൊറിഞ്ഞിട്ട് കാര്യമല്ല മോളെ, പോയത് പോയി. അത് കുറച്ച് എന്തെങ്കിലും ഒരു നമുക്കൊരു കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു ഐറ്റം വേണ്ടേ. ഡാൻസ് കളിച്ച് ക്ഷീണിച്ചപ്പോഴത്തേക്ക് മക്കളെ ഈ ശില്പങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനൊക്കെ? അങ്ങനെയൊക്കെ നിൽക്കുന്ന ശില്പങ്ങൾ. അപ്പൊ അതിൽ മോളെ ആ ശില്പത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഈ കൊത്തിയ ശില്പി അത് ഫിനിഷ് ചെയ്യാതെ വെച്ചേക്കുന്നതാണ്. ഫിനിഷ് ചെയ്ത് കാണത്തില്ലത്. അത് വേറെ എന്തോ പറയും അതിന്. പല ശില്പങ്ങൾക്കും അങ്ങനെ ഉണ്ട്. എവിടെ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് ഗോചരമായിരിക്കണമെന്നില്ലത് കേട്ടോ. അത് എവിടെങ്കിലും ഒരു സ്ഥലം കാണും ശരി കറക്റ്റായിട്ട് കൊത്തിച്ച് ഫിനിഷ് ചെയ്യാത്തത്. അത് ശില്പിക്ക് എന്തെങ്കിലും പറ്റുമെന്നോ അങ്ങനെ എന്തോ ഒരു ധാരണ ഉള്ളതായിട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അതുപോലെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാനുള്ള ഒരു ഐറ്റം ആയിരുന്നു ആ ചരണം. പറയുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണമല്ലോ. ചുമ്മാ അവിടെ ഇരുന്നിട്ട് മണമണാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അല്ലേ മോളെ? ചുന്ദരി വാവയാ നീ കേട്ടോ. ഐ ലവ് യു മുത്തേ. നല്ലതായിരുന്നു മക്കളെ, നല്ലതായിരുന്നു. കാര്യം ഇത് എനിക്ക് ജാനകിയമ്മ കേട്ടാൽ പോലും സന്തോഷിക്കും. കാര്യം അത്ര മനോഹരമായിട്ട് പാടി. ഇതിനകത്ത് ആകെയുള്ള ആ ക്രോമാറ്റിക് നിനക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആകാമായിരുന്നു എന്നുള്ള ഒരു ഒറ്റപക്ഷക്കാരനാണ് ഞാൻ. ചിരിക്കുന്നു. അത് കൃത്യമായിട്ട് പാടാവോ? അത് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തത് മതി, എനിക്ക് ഞാൻ തൃപ്തനായി. മതിയായി മക്കളെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ഇനി ചോദിക്കാം. അപ്പോ നമ്മൾ നേരത്തെ പാർവണിയുടെ ലാസ്റ്റ് പോസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അത് മാത്രമല്ല, ചെറിയ ചെറിയ പൊടിക്കൈകൾ വേറെ ഉണ്ട് ആളുടെ കയ്യിൽ. കാട്ട്വീലൊക്കെ ചെയ്യും നമ്മുടെ കുട്ടി. കാട്ട്വീലോ? അയ്യോ, എന്റെ ജീവിതത്തില് കാട്ട്വീൽ തലകുത്തി മറിയില്ലേ? മലക്കുത്തി മറിയ മറിഞ്ഞു കാണിക്കു വെച്ചേ. എന്തായാലും പാട്ട് കഴിഞ്ഞാലോ, ഇനി കീറിയാലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് മേമ ഇരിപ്പുണ്ടല്ലോ. അതെ, എന്ത് കീറിയാലും നമുക്ക് എന്ത് ഒരു പ്രോബ്ലം ഇല്ല. നോ പ്രോബ്ലം. മേമേ സൂചി നൂലും ശരിയാക്കി വെച്ചോ. കാട്ടുവീലാവാൻ പോകും. വണ്ടർഫുൾ വണ്ടർഫുൾ. സൂപ്പർ. മക്കളെ എവിടെങ്കിലും കീറി പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ല, കീറിയിട്ടില്ല മേമേ. അയ്യോ, ശരിക്കും എനിക്ക് ഈ കാർട്ട്വീല് ചെയ്യണം എന്ന് വെച്ചാൽ നാള് കുറേ ആയി ഞാൻ ആലോചിക്കുന്നു. മരിക്കുന്നതിന് മുൻപെങ്കിലും എനിക്കൊരു കാർട്ട്വീല് ചെയ്യണം. അതുവരെ ജീവിക്കാൻ ഇനി മോളുടെ അടുത്ത് ഞാൻ അതിന്റെ ഒരു ടിപ്സ് എടുക്കും. മഞ്ജരി മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കാർട്ട്വീല് ചെയ്ത് മരിക്കരുത്, അതാ എന്റെ റിക്വസ്റ്റ്. അത് ഞങ്ങളുടെ എല്ലാവരുടെയും കുറച്ച് നല്ല പാട്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പൊ ഇത് തുള്ളിച്ചാടി പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇനി ചോദിക്കാം. ഓക്കെ ചേച്ചി. പാർവണ,
നേരത്തെ എടുത്തു പറയാൻ മറന്ന ഒരു കാര്യം, ആ എക്സ്പ്രഷൻസ്, ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇട്ടു. അത് കിടിലായിരുന്നു. അത് താങ്ക് യു ഒറിജിനൽ ആയിരുന്നു. അത് ശരിക്കും സൂപ്പർ. അതുകൊണ്ട് 9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ മോളെ അതുപോലെ തന്നെ എനിക്ക് ഞാനും പറയാൻ വിട്ടുപോയ ഒരു ഐറ്റമാണ് ആ എക്സ്പ്രഷൻ. അസാധ്യം. അതുകൊണ്ട് 8.8. താങ്ക് യു സർ. ഔസേപ്പ് ബച്ചൻ സർ. So total 17.8. Super. താങ്ക് യു. ഓക്കേടാ. അങ്ങനെ പാർവണയുടെ ആ കാട്ടിലോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ശരി, ഗുഡ് Bye, നൈറ്റ്, good ബൈ, night. Bye. ബൈ. ബൈ. Ni pa maga sa sa